ഹായ് നമസ്കാരം, സൗമ്യയാണേ. പുതിയൊരു വീഡിയോയിലേക്ക് എവരെ സ്വാഗതം ചെയ്യുന്നു. പ്രണയത്തിനും സ്നേഹത്തിനും പ്രായവും സമയവും കാലവും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഭാര്യയ്ക്ക് താലിമാല വാങ്ങാൻ വന്ന 93കാരനും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ജുവല്ലറി ഉടമയും. വിശദമായി വീഡിയോയിലേക്ക് പോകാം. മഹാരാഷ്ട്രയിലെ ഒരു ജുവല്ലറിയിൽ നിന്നുള്ള വീഡിയോ ആണേ. 93 വയസ്സുള്ള നിവർത്തി ഷിൻഡെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്താബായിയുമായി തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്ന സമയത്താണ് ഒരു ജുവല്ലറി കാണുകയും അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഒരു മംഗല്യസൂത്രം വാങ്ങിക്കൊടുക്കണമെന്നും ഒരാഗ്രഹം തോന്നിയത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പരമ്പരാഗത മറാത്ത വേഷം ധരിച്ചാണ് ഭാര്യയ്ക്കൊപ്പം ജുവല്ലറിയിൽ കടന്നുകൂടിയത്. എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നതാകുമെന്നാണ് ജുവല്ലറിക്കാരൻ ശരിക്കും ആദ്യം കരുതിയത്. തൻ്റെ ഭാര്യയ്ക്ക് ഒരു മംഗല്യസൂത്രം വേണമെന്നും എന്നാൽ തൻ്റെ കയ്യിലുള്ളത് 1120 രൂപയാണെന്നും ഉടമയോട് പറഞ്ഞു. എന്നാൽ രണ്ടുപേരുടെയും പരസ്പര സ്നേഹവും പ്രായത്തെയൊക്കെ മാനിച്ചിട്ട് കടയുടമ, ജ്വല്ലറി ഉടമ മംഗല്യസൂത്രം കയ്യിലെടുത്തു കൊടുത്തു. ആ 1120 രൂപയും തിരിച്ചു നൽകുകയും ചെയ്തു. അത് പറ്റില്ല, നമ്മൾ മംഗല്യസൂത്രം വാങ്ങുന്നുണ്ടെങ്കിൽ 1120 രൂപയും കൈപ്പറ്റണമെന്ന് ചാഠ്യം പിടിക്കുകയും ചെയ്തു. ജ്വല്ലറി ഉടമയാവട്ടെ 20 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 20 രൂപ മേടിച്ചത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനാണ് എന്ന് ജ്വല്ലറി ഉടമ പറയുകയും ചെയ്തു. ജ്വല്ലറി ഉടമയിൽ നിന്നും മംഗല്യസൂത്രം വാങ്ങി ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണ് നിറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ആരായിരുന്നാലും ഒരു ഷോപ്പിൽ, ഇപ്പോൾ ജ്വല്ലറി എന്നല്ല, സ്റ്റേഷനറി ആയിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മളൊരു സാധനം വാങ്ങാൻ പോയിട്ട് പൈസ തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, നാളെയോ മറ്റന്നാളോ പൈസ ഉള്ളപ്പോൾ വന്ന് വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. പക്ഷേ ഇവിടെ ആ 93 വയസ്സുകാരനായ വ്യക്തിക്കും ആ ഭാര്യയുടെ മനസ്സ് അറിഞ്ഞ് ആ ഒരു മംഗല്യസൂത്രം കൊടുത്ത ജ്വല്ലറിക്കാരന് അഭിനന്ദന പൂച്ചെണ്ടുകൾ നൽകുകയാണേ. കൂടെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്നും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നും ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.